ചില സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പത്രോസിനോട് പറയുകയാണ്, സിമിയോൻ സിമിയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാനായിട്ട് ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഈശോ പറയുകയാണ്, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാനായിട്ട് ഉദ്യമിച്ചു. അതായത് ഇവരെ ചിതറിച്ച് കളയാനായിട്ട് സാത്താൻ പ്ലാൻ ചെയ്തു. പക്ഷേ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി നിനക്ക് ഞാൻ പ്രാർത്ഥിച്ചു. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നെല്ലാം സംരക്ഷണം നൽകുന്നത് ഇവരുടെ വിശ്വാസമാണെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അത് തന്നെ ഈശോ പറയുകയാണ്, നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാവുന്ന ഒരു അപകടം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം പതിയെ പതിയെ ക്ഷയിച്ചു പോകുന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ചില കാലഘട്ടങ്ങളിൽ നമ്മുടെ വിശ്വാസം ഒരല്പം ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില പ്രലോഭനങ്ങളാകാം, അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ, ചില പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ പതിയെ നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകും. പതിയെ നമ്മൾ ആ പ്രലോഭനങ്ങളിൽ വീണുപോകും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പത്രോസിനോട് പറയുകയാണ്, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാനായിട്ട് ഉദ്ദേശിച്ചു, പക്ഷെ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും എല്ലാം നമ്മുടെ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാനുള്ള ഒരു നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി